വിദേശത്ത് MBBS പഠിക്കാൻ പ്ലാൻ ചെയ്യുന്ന ഏതൊരു സ്റ്റുഡൻറ്റും അറിഞ്ഞിരിക്കേണ്ട വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് വിസ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മളൊരു ഫോറിൻ കൺട്രിയിൽ താമസിക്കാനും പഠിക്കാനും അവിടെ ഒരു മെഡിക്കൽ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്യാനും ഒക്കെ നമ്മൾ പെർമിറ്റ് ചെയ്യുന്ന ഒഫീഷ്യൽ ഓതറൈസേഷനാണ് ഈ സ്റ്റുഡൻറ്റ് വിസ എന്ന് പറയുന്നത്. ഓരോ വർഷവും 1000+ ഇന്ത്യൻ സ്റ്റുഡൻസ് ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേഷൻ ചൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു സ്മൂത്ത് അഡ്മിഷനും ഒരു ടൈംലി ട്രാവലിനും ഒക്കെ ഈ ഒരു സ്റ്റെപ്പ് മനസ്സിലാക്കി വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്തൊക്കെയാണ് ഈ ഒരു സ്റ്റുഡൻറ്റ് വിസ പെർമിറ്റ് ചെയ്യുന്നത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ കോഴ്സിൻ്റെ ഒരു എൻറ്റയർ ഡ്യൂറേഷനിൽ നിങ്ങൾക്ക് അവിടെ സ്റ്റേ ചെയ്യാനുള്ള ഒരു പെർമിഷൻ, ഒരു ലീഗൽ സ്റ്റേക്കുള്ളൊരു ഓപ്ഷൻ ഈ ഒരു സ്റ്റുഡൻറ്റ് വിസ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം നിങ്ങളുടെ വിസ വാലിഡിറ്റി ഉണ്ടോ, വിസ എത്രത്തോളം വാലിഡ് ആയിട്ടിരിക്കുന്നോ ആൻഡ് എത്ര കാലം നിങ്ങൾ ഒരു സ്റ്റുഡൻ്റായിട്ട് അവിടെ എൻറോൾ ചെയ്തിരിക്കുന്നുവോ അത്രയും കാലം ഒരു ഇമിഗ്രേഷൻ ഇഷ്യൂസ് ഒന്നും ഇല്ലാണ്ട് ആ ഒരു പെർട്ടിക്കുലർ ഫോറിൻ കൺട്രിയിൽ സ്റ്റേ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ സ്റ്റുഡൻറ്റ് വിസ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. യൂഷ്വലി ഈ സ്റ്റുഡൻറ്റ് വിസയുടെ വാലിഡിറ്റി എന്ന് പറയുന്നത് 1 ഇയർ ആണ് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാവുക. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ അല്ലെങ്കിൽ അവിടുത്തെ ലോക്കൽ ഇമിഗ്രേഷൻ്റെ ഹെൽപ്പോട് കൂടി അത് 1 ഇയർ ആയിട്ട് നമ്മൾ വീണ്ടും റിന്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ഓരോ ഇയറിലും നമ്മളതങ്ങനെ റിന്യൂ ചെയ്യും വിത്ത് ദ ഹെൽപ്പ് ഓഫ് യൂണിവേഴ്സിറ്റി ഓർ അവിടുത്തെ ലോക്കൽ ഇമിഗ്രേഷൻ. ഇനി വിസ പ്രോസസ്സിൽ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് വരുന്നത് എന്നുള്ളത് നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ശരിയായ കൺട്രി ആൻഡ് യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ എബ്രോഡ് MBBSൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് വർത്താവണമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി ആൻഡ് ഡെസ്റ്റിനേഷൻ ചൂസ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏതൊക്കെ ഫാക്ടറാണ് കൺസിഡർ ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. അതിൽ ഫസ്റ്റ് വരുന്നത് നമ്മുടെ ഇന്ത്യയിലെ NMCയുടെ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയുടെ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് സെക്കൻഡ്ലി WDOMS, FAMER, ECFMG അക്രഡിറ്റേഷൻസ് ഒക്കെയുള്ള യൂണിവേഴ്സിറ്റി ആണോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുക. തേർഡ്, നമ്മുടെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ചൂസ് ചെയ്ത യൂണിവേഴ്സിറ്റിയുടെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷ് ആണോ എന്നുള്ളത് കൺഫേം ചെയ്യുക. ബിക്കോസ് NMCയുടെ ഗൈഡ് ലൈൻസ് പ്രകാരം ഇംഗ്ലീഷ് ആയിരിക്കണം മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് തേർഡ്ലി അവിടുത്തെ കോഴ്സ് ഡ്യൂറേഷൻ എത്രയാണെന്നുള്ളത് ചെക്ക് ചെയ്യണം. ബിക്കോസ് അതും NMCയുടെ ഗൈഡ് ലൈൻസ് പ്രകാരം അറ്റ്ലീസ്റ്റ് ഒരു 54 months എങ്കിലും കോഴ്സിൻ്റെ ഡ്യൂറേഷൻ ഉണ്ടാവണം. ആൻഡ് ദെൻ ക്ലൈമറ്റ് എങ്ങനെയാണെന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് സേഫ്റ്റി ഗൈഡ് ലൈൻസ് ഒക്കെ നമ്മുടെ സ്റ്റുഡൻറ്റ് സേഫ്റ്റി ഫോളോ ചെയ്യുന്ന, സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് വെക്കുക. ഇത്രയും ഫാക്ടേഴ്സ് എല്ലാം ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്ന സമയത്ത് എന്തായാലും കൺസിഡർ ചെയ്തിരിക്കുക. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അഡ്മിഷൻ ലെറ്റർ അല്ലെങ്കിൽ ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ സെക്യൂർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയാണോ ചൂസ് ചെയ്യുന്നത് അവിടുന്ന് ഒരു ഒഫീഷ്യൽ ഓതറൈസേഷൻ ഇല്ലാതെ നമുക്ക് അവിടെ പോയി പഠിക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പം നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി നമ്മുടെ എല്ലാ ഡോക്യുമെൻറ്റ്സും വെരിഫൈ ചെയ്യും പ്രോപ്പർലി. ആ ഒരു വെരിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു യൂണിവേഴ്സിറ്റിയുടെ അല്ലാന്നാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ കൺട്രിയുടെ മെഡിക്കൽ കൗൺസിലിൻ്റെ റിക്വയർമെൻറ്റ്സ് എല്ലാം മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പല കൺട്രീസിലും അഡ്മിഷൻ ലെറ്റർ അല്ല, ഇൻവിറ്റേഷൻ ലെറ്റർ ആണുള്ളത്. അപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ അപ്രൂവലിനെ ബേസ് ചെയ്ത് ഗവൺമെൻറ് അല്ലെങ്കിൽ ഡെസിഗ്നേറ്റഡ് അതോറിറ്റി ഈ ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ ഇഷ്യൂ ചെയ്യും. അപ്പം നമ്മൾ വിസ ആപ്ലിക്കേഷൻസിനൊക്കെ എംബസിയിൽ ഈ ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമാണ്. വിത്തൗട്ട് ദിസ് നമുക്ക് വിസ ആപ്ലിക്കേഷനുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തില്ല. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും ഗ്യാദർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഡോക്യുമെൻ്റ് നമുക്ക് മിസ്സായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു കറക്ഷൻസ് വരുന്നതൊക്കെ നമുക്ക് ഈ ഒരു വിസ പ്രോസസ്സിൽ ഭയങ്കര ഡിലേ വരുത്താനുള്ള സാധ്യത കൂട്ടും. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും മുന്നേ കൂട്ടി എടുത്ത് വെക്കേണ്ടതും അതിൽ നെയിം ഉൾപ്പെടെ എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് അല്ലേ എന്നുള്ളത് ക്രോസ് ചെക്ക് ചെയ്ത് വെക്കേണ്ടതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വിസ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. കറക്റ്റ് ടൈമിന് സബ്മിറ്റ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ബിക്കോസ് വിസ ഡിസിഷൻസ് എല്ലാം ഇതിൽ ഹെവിലി ഡിപ്പെൻഡഡ് ആണ്. ആക്യുറസി, പങ്ക്ച്വാലിറ്റി ഇതൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ നമുക്ക് മെയിൻലി 3 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന്, നമുക്ക് എംബസി ത്രൂ ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാം. അല്ല എങ്കിൽ VFS ഗ്ലോബൽ ത്രൂ നമുക്ക് ചെയ്യാം. ആൻഡ് ഓൺലൈൻ പോർട്ടൽസ് ത്രൂവും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. സോ ട്രസ്റ്റബിൾ ആയിട്ടുള്ള, ഫീസിബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ചൂസ് ചെയ്ത് നമുക്ക് വിസ അപ്ലൈ ചെയ്യാം. ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബയോമെട്രിക് അല്ലെങ്കിൽ വിസ ഇൻ്റർവ്യൂ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് കൺട്രി ടു കൺട്രി ചേഞ്ച് ആവും, എല്ലായിടത്തും ഒരുപോലെയല്ല. ഇപ്പോൾ ജോർജിയ പോലുള്ള കൺട്രീസിലെല്ലാം ബയോമെട്രിക്സ്
ഇമ്പോർട്ടൻ്റ് അല്ല, അവിടെ മാൻഡേറ്ററി അല്ല ഇതൊന്നും. ബട്ട് ചൈന പോലുള്ള കൺട്രീസിൽ ബയോമെട്രിക്സ് ഉണ്ട്. ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വിസ പ്രോസസ്സിംഗ് ആൻഡ് അപ്രൂവൽ ആണ്. അപ്പോൾ ഈ ഒരു കൺഫർമേഷന് വേണ്ടിയിട്ടുള്ള ഒരു വെയിറ്റിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത് ലെങ്തി ആയിട്ട് ഫീൽ ചെയ്യാം. പക്ഷേ മിക്ക കൺട്രീസിലും നമുക്കൊരു പ്രിഡിക്റ്റബിൾ ആയിട്ടുള്ള ടൈം പീരീഡ് ആണ് വരുന്നത്. ഇത് കൺട്രി ടു കൺട്രി വെയിറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഏത് ടൈമിലാണോ അപ്ലൈ ചെയ്യുന്നത് അതിനനുസരിച്ചും വാരി ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ വിസ പ്രോസസ്സിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇതിൽ ഫർദർ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. ആൻഡ് യൂസ്ഫുൾ ആവും എന്ന് തോന്നുന്ന സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക.